ഉളിക്കൽ മണ്ഡപപ്പറമ്പ് ശ്രീ മഹാഗണപതി ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവം 2026 മാർച്ച് 19 മുതൽ 25 ബുധൻ വരെ വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷപൂർവ്വം നടത്തപ്പെടുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഉളിക്കലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓം വിഘ്നേശ്വരായ നമഃ. ശ്രീ മണ്ഡപപ്പറമ്പ് മഹാഗണപതി ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ നവീകരണ കലശമാണ് വരുന്ന മാർച്ച് 19 തൊട്ട് 25 തീയതി വരെ വിവിധ കലാപരിപാടികളോടുകൂടിയും ക്ഷേത്ര ആചാരങ്ങളോടുകൂടിയും നടത്തപ്പെടുന്നത്. അത് 19 തീയതി നമ്മുടെ കലവറ നിറക്കൽ വിഗ്രഹ ഘോഷയാത്രയോടുകൂടി ഉളിക്കൽ ടൗൺ കേന്ദ്രീകരിച്ച് മണ്ണാപ്പറമ്പ് ഗണപതി ക്ഷേത്രത്തിലേക്ക് കൈരാതി കിരാത ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് അമ്പലത്തട്ട് വിളമന മൂലത്തുകുന്ന് ശിവക്ഷേത്രം അവിടുന്ന് കയറ്റി ഇറക്കി നമ്മൾ നേരെ കെയാറിന് കൂടി ഉളിക്കലെത്തുന്നുണ്ട്. ആ ചടങ്ങോട് കൂടി തന്നെ കലവറ നിറയ്ക്കലും വിവിധ കലാപരിപാടികളോടും പിന്നെ DJ കളരി പരിപാടികൾ അല്ലെങ്കിൽ എല്ലാ പരിപാടികളോടും നിശ്ചയ സമയത്തോടുകൂടി കലവറ ഘോഷയാത്ര അമ്പലത്തിൽ എത്തിച്ചേരുകയും അതിനുശേഷം 20-ാം തീയതി നമ്മുടെ ക്ഷേത്ര സമർപ്പണ സഭ നടത്തുന്നതാണ്. അതിൽ വിവിധ മേഖലയിലുള്ള ആചാര്യന്മാരും മന്നിയൂർ തിരുവേനി അതുപോലെ ക്ഷേത്രം സമിതി കൂടിയായ ശബരിമല മേശാന്തി ജയരാമൻ തിരുവേനി, ക്ഷേത്രതന്ത്രി കുബേരൻ, പിന്നെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാർ അതിൽ സന്നിധിയായിട്ടുണ്ട്. 2-ാം ദിവസം 21-ാം തീയതി വിവിധ ക്ഷേത്ര ആചാരങ്ങളും വിശേഷ പൂജകളും അതുപോലെ വിവിധ ദേശവാസികളുടെ കലാപരിപാടികൾ കൈവരികൾ അങ്ങനെ വിവിധ പരിപാടികളോടുകൂടി ഗംഭീരമായി ആരംഭിക്കുന്നതാണ്. 3-ാം ദിവസം ജില്ലാതല ക്ഷേത്ര ആചാരങ്ങളും ജില്ലാതല കൈവെട്ടിക്കളി മത്സരവും നടത്തപ്പെടുന്നതാണ്. എല്ലാ ദിവസവും അന്നപ്രസാദ കൂട്ടുകളുണ്ടായിരിക്കും. അതുപോലെ 4-ാം ദിവസം കണ്ണൂർ സായി ബാബയുടെ വന്ദന ക്ഷേത്ര സന്നിധി നടത്തപ്പെടുന്നതാണ്. അതിനുശേഷം നൃത്തങ്ങൾ പ്രഭാഷണം PS മോഹനൻ മാഷ് പ്രഭാഷണം ഉണ്ടായിരിക്കും. 5-ാം ദിവസം ക്ഷേത്രാചാരങ്ങളും പൂജകളും മറ്റു കാര്യങ്ങളും ആത്മീയ പ്രഭാഷണം ശ്രീ വത്സൻ തില്ലങ്കേരി നടത്തപ്പെടുന്നതാണ്. അതിനുശേഷം ദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ. 6-ാം ദിവസം ക്ഷേത്ര പൂജകളും ചടങ്ങുകളും. അന്ന് 7 മണിക്ക് ആത്മീയ സദസ്സ് ഗണേശ മണ്ഡപത്തിൽ ശ്രീ തിരൂർ ഗണേശ് പ്രഭാഷണം നടത്തുന്നതാണ്. അതിനുശേഷം രാത്രി 8 മണിക്ക് ഭജൻസ് നടത്തുന്നതാണ്. വരാഹി ടീമിൻ്റെ ഭജൻസ്. 7-ാം ദിവസം പുനഃപ്രതിഷ്ഠ നടത്തുന്ന ദിവസമാണ്. പകൽ രാവിലെ 9 മണി തൊട്ട് 11 മണി വരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. അതിനുശേഷം മെഗാ അന്നപ്രസാദ കൂട്ടും. പിന്നെ വൈകിട്ട് ആത്മീയ സദസ്സ്. നമ്മുടെ രക്ഷാധികാരി കൂടിയായ ചന്ദ്രനാഥ്, പിന്നെ നമ്മുടെ ഉളിക്കൽ മേഖലയുള്ള രക്ഷാധികാരി ഭാഗവ ആചാര്യൻ വിജയം വൈദ്യരിൻ്റെ പ്രഭാഷണവും പിന്നെ പഴയകാല പ്രവർത്തകരെ മൊത്തം ആചരിക്കുന്ന ചടങ്ങും അന്ന് നടത്തപ്പെടുന്നതാണ്. അതിനുശേഷം കോഴിക്കോട് ശ്രീലക്ഷ്മി സീതർ നയിക്കുന്ന കോഴിക്കോട് ചന്ദന കമ്മ്യൂണിക്കേഷൻ്റെ മെഗാ ഗാനമേള നടത്തപ്പെടുന്നതാണ്. അതോടുകൂടി അന്നത്തെ പരിപാടികൾ തീരുന്നതാണ്. ഈ 7 ദിവസത്തെ പരിപാടിയിലേക്ക് ഈ നാട്ടിലുള്ള എല്ലാ പ്രത്യേകതകളും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമോദനെ സ്വാഗതം ചെയ്യുകയാണ്. ഉത്സവത്തിന്റെ 1-ാം ദിവസമായ മാർച്ച് 19-ന് ഇരിട്ടി കൈരാതി കിരാത ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുഷ്പാലങ്കൃത രഥത്തിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ഇരിട്ടി ടൗൺ, മാടത്തിൽ, കരിവണ്ണൂർ, അമ്പലത്തട്ട്, ഉരുപ്പുള്ളകരി, കൂമന്തോട്, കെയാപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വിഗ്രഹ സ്വീകരണ ഘോഷയാത്രയും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും ഉളിക്കൽ ടൗണിലെ പ്രത്യേകം സജ്ജമാക്കിയ മാധവജി നഗറിൽ നിന്ന് പുറപ്പെട്ട് വാദ്യമേള അകമ്പടിയോടുകൂടി വിവിധ നാടൻ കലാരൂപങ്ങൾ, DJ എന്നിവയോടുകൂടിയും ഉളിക്കൽ ടൗൺ, വില്ലേജ് ജംഗ്ഷൻ, മണ്ഡപപ്പറമ്പ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി 8 മണിക്ക് ക്ഷേത്ര സന്നിധികൾ സമർപ്പണം നടത്തും. 2-ാം ദിനത്തിൽ ആചാര്യവരണവും ക്ഷേത്ര സമർപ്പണ സഭയും സംഘടിപ്പിക്കും. 3-ാം ദിനത്തിൽ മാർച്ച് 21-ന് ശനിയാഴ്ച വിശേഷാൽ പൂജകൾ, ദീപാരാധന, ഭഗവതി സേവ, അത്താഴ പൂജ രാത്രി 8
8:30 ജില്ലാതല കൈകൊട്ടിക്കളി മത്സരം. 4-ാം ദിനത്തിൽ വിശേഷാൽ ചടങ്ങുകൾക്കു ശേഷം വൈകുന്നേരം 6 മണിക്ക് സത്യസായി സേവാ സമിതി കണ്ണൂർ അവതരിപ്പിക്കുന്ന ഭജന, തുടർന്ന് രാത്രി 8:30 മുതൽ നൃത്തസന്ധ്യ എന്നിവയും നടക്കും. 5-ാം ദിനത്തിൽ ദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും. 6-ാം ദിനമായ മാർച്ച് 24-ന് ചൊവ്വാഴ്ച വരാഹി ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജൻ. 7-ാം ദിനത്തിൽ സമാപന ദിവസം മാർച്ച് 25-ന് ബുധനാഴ്ച രാവിലെ മുതൽ വിശേഷാൽ ചടങ്ങുകൾ, തുടർന്ന് വൈകുന്നേരം രാത്രി 8:30-ന് സ്റ്റാർ സിംഗർ ഫെയിം ശ്രീലക്ഷ്മി ശ്രീധർ നയിക്കുന്ന കോഴിക്കോട് ചന്ദന കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയും അരങ്ങേറും. പ്രതിഷ്ഠാ മഹോത്സവ ദിനങ്ങളിൽ ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം പ്രസിഡന്റ് സ്നേഹരാജൻ, സെക്രട്ടറി ഷിബി ശിവദാസ്, ട്രഷറർ മോഹനൻ KK, വാണിദാസ്, രാമചന്ദ്രൻ, KK ഹരിദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 19-ാം തീയതി ഇരിട്ടി കൈരാതിഗിരാജ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രം വിഗ്രഹ ഘോഷയാത്ര ആരംഭിക്കുകയും മൂലത്തുനിന്ന് വിളവന വഴി ഉളിക്കലെത്തിച്ചേർന്ന് അവിടെ നിന്ന് കലവറ നരക്കൽ ഘോഷയാത്രയോടുകൂടി മണ്ഡപപ്പുറം ക്ഷേത്രത്തിലേക്ക് DJ, ഫയർ ഷോ, കൈകൊട്ടിക്കളി, വിവിധ ചെണ്ടമേളം ഇതിലേക്കാണ് അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അന്ന് മുതൽ 20-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള എല്ലാ ദിവസവും ഗണേശ മണ്ഡപത്തിൽ തിരുവരങ്ങിൽ നമുക്ക് എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾ, ആത്മീയ പ്രഭാഷണങ്ങളും വിവിധ കലാപരിപാടികളും നടത്തി വരുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ 24-ാം തീയതി കണ്ണൂർ വരാഹി ഭജൻസ്, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിരിക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഴവിൽ മനോരമയിലടക്കം എല്ലാ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന വരാഹി ഭജൻസ് ആണ് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഭജൻ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 25-ാം തീയതിയാണ് പ്രതിഷ്ഠാ ദിവസം. കോഴിക്കോട് ചന്ദന കമ്മ്യൂണിക്കേഷൻസിൻ്റെ ബാനറിൽ നമ്മുടെ ശ്രീലക്ഷ്മി ശ്രീധർ, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശ്രീലക്ഷ്മി ശ്രീധറും പട്ടുറുമാൽ അതുപോലെയുള്ള വിവിധ ടെലിവിഷൻ ഷോകളിൽ പങ്കെടുത്ത താരങ്ങൾ അവതരിപ്പിക്കുന്ന ഗാനമേളയും ആണ് പ്രധാനമായും നമ്മുടെ നടത്തുന്ന കലാപരിപാടികൾ സ്റ്റേജിലുള്ളത്. മഹാഗണപതി ക്ഷേത്രമാണ്, ഗണപതിയും ഭഗവതിയുമാണ് പ്രതിഷ്ഠയിൽ മുൻകാലങ്ങളിൽ മൂലത്തുകുന്ന് മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള കമ്മിറ്റിയായിരുന്നു മുൻകാലം ഉണ്ടായിരുന്നത്. 2017 സ്വതന്ത്ര കമ്മിറ്റിയാകുകയും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 3111 നമ്പർ ശാഖ ആയി സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും അതിനുശേഷം സ്വർണ്ണപ്രശ്നവും മറ്റു കാര്യങ്ങളൊക്കെ നടന്ന് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 8 വർഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും നടന്ന് ഇപ്പം പ്രധാനപ്പെട്ട ജോലികളൊക്കെ ഫിനിഷിംഗ് ലെവലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് 19-ാം തീയതി 20-ാം തീയതിയുള്ള നമ്മുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിലേക്ക് കിടക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരുടെയും ജാതിമത ഭേദമില്ലാതെ എല്ലാവരുടെയും സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ മണ്ഡപപ്പറമ്പ് ഉളിക്കൽ മേഖലയിലുള്ള എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.